മൂന്നാം ദിനം തന്നെ കളി തീരുമാനമായി. ഇന്ത്യയിൽ നിന്നും എത്രയോ ദൂരം അകന്നുപോയി കളി. സൗത്ത് ആഫ്രിക്ക എന്തായാലും ഈ കളി വിജയിക്കും. ഈ ഒരു ക്രിക്കറ്റ് കളി വിജയിക്കാനുള്ള സാധ്യതകൾ ഒരു 99% കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം. കാരണം ഇന്ത്യയുടെ ബാറ്റിങ് വളരെ ദയനീയമായിരുന്നു. SSC ജയ്സ്വാൾ മാത്രം 97 ബോളിൽ നിന്ന് 58 റൺസ് എടുത്തു. അപ്പോൾ നമ്മൾ ഈ കളി കാണുന്ന സമയത്ത് രാഹുലും SSC ജയ്സ്വാളും തമ്മിലുള്ള ആ ഒരു കളി കാണുന്ന സമയത്ത് ഇത് എന്തായാലും നല്ല സ്കോറിലേക്ക് പോകുന്നുള്ളൊരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മിഡിൽ ഓർഡറും നമ്മുടെ ടോപ്പ് ഓർഡറിൽ ആ ഒരു SSC ഒഴിച്ച് ബാക്കി ആരും തന്നെ ഒരു കോൺട്രിബ്യൂഷനും നൽകിയില്ല. നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ള കുൽദീപ് യാദവ് ഒരു ബോളറാണ്. അതുപോലെ വാഷിങ്ടൺ സുന്ദർ, ഇവർ രണ്ടുപേരും നൽകിയിട്ടുള്ള ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഏകദേശം ഒരു 150-നുള്ളിൽ തന്നെ തീരുമാനമായേനെ. അതുകൊണ്ട് അവർ നിന്നുകൊണ്ട് 134 ബോളാണ് കുൽദീപ് യാദവ് ഫേസ് ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ നിരയിൽ ആരും തന്നെ അത്രയും ബോൾ ഫേസ് ചെയ്തിട്ടില്ല. 19 റൺസാണ് അദ്ദേഹം എടുത്തത്. വാഷിങ്ടൺ സുന്ദർ ഒരു 50 അർഹിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് 48 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. നാളെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് 2 സെഷനിൽ ഇപ്പോൾ തന്നെ അവർക്ക് 314 റൺസിൻ്റെ ലീഡുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക്. ഫസ്റ്റ് 2 സെഷനിൽ അവർ ഒരു 150 റൺസ് അവരെടുത്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 480-500 റൺസിനടുത്ത് അവരെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കാം. ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചാൽ മിക്കവാറും നാളെ തന്നെ കളി തീരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റന്നാൾ വരെ മുട്ടി നിൽക്കാനുള്ള കെൽപ്പുള്ള ആരെങ്കിലും നമ്മുടെ കുൽദീപ് യാദവിനെ പോലെയുള്ള ആളുകൾ ആരെങ്കിലും നേരത്തെ ഇറക്കി വിടുകയാണെങ്കിൽ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബാറ്റിംഗ് നിരയോടുള്ള വിശ്വാസം നമ്മൾ സാധാരണ പ്രേക്ഷകർക്ക് പോയിരിക്കുകയാണ്. സംഭവം ഫുള്ളായിട്ട് പോയി. KL രാഹുൽ വരെ വളരെ മോശമായിട്ടുള്ള ഷോട്ടുകളിലൂടെയാണ് പോകുന്നത്. കാരണം അദ്ദേഹത്തിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹവും ആ പ്രതീക്ഷ, അതുപോലെ സായി സുദർശനൊക്കെ ഒരുപാട് പ്രതീക്ഷയുള്ള താരമായിരുന്നു. അദ്ദേഹത്തിലും പ്രതീക്ഷയില്ല. ഇനി നമുക്ക് മറ്റന്നാൾ വൈകുന്നേരം വരെ മുട്ടി നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കളി ഡ്രോയിലേക്ക് വരും. കളി ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല. ഇനി സൗത്ത് ആഫ്രിക്കയ്ക്ക് 99% കളി ജയിച്ച് അവർ 2-0 കളി ജയിച്ച് ട്രോഫി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് കളിയിൽ ഇന്ത്യക്ക് ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ആയിട്ട് ആ കളി മേധാവിത്വം പോയി, ഒന്നുമില്ല. VVS ലക്ഷ്മൺ, പൂജാര, അതുപോലെ ദ്രാവിഡ്, സച്ചിൻ, ഗാംഗുലിയൊക്കെ ഉള്ള സമയത്ത് ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും ഇല്ലാതായി. ധോണി ഒക്കെ ഉള്ള സമയത്ത് പിന്നെയും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. യുവരാജ് സിംഗും ഒക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു പൂജാരയുടെയും VVS ലക്ഷ്മണിൻ്റെയും റോള് വഹിക്കാൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ആരുമില്ല എന്നുള്ള കാര്യം വളരെ വിഷമത്തോടു കൂടി ഒരു ഇന്ത്യൻ ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.